സത്യത്തിൽ വണ്ടിൻ്റെ ചോട്ട് വെട്ടാൽ ഷഹീദിൻ്റെ കൂലിട്ടും. മരം പൊട്ടിച്ചാടിയപ്പോൾ തലമക്കൂടെ വീണിട്ട് ഒരാൾ മരിച്ചാൽ ഓന് ഷഹീദിൻ്റെ കൂലിട്ടും. പാമ്പ് കടിച്ചിട്ട് മരിച്ചാൽ ഷഹീദിൻ്റെ കൂലിട്ടും. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് അതിൽക്കൂടെ ഒലിച്ചു പോയാൽ ഷഹീദിൻ്റെ കൂലിട്ടും. പക്ഷെ നമ്മളാരും ആ കൂലിക്ക് തോരക്കലില്ല. പഠിച്ചോനെ, കഴിഞ്ഞ കൊല്ലത്തെ വെള്ളപ്പൊക്കം അങ്ങനെ ആയിക്കൂടി തീ കൂടിയൊക്കെ പോയി. ഈ കൊല്ലത്തെ വെള്ളപ്പൊക്കെങ്കിലും ഒന്ന് എൻ്റെ അടുത്ത് കൂടെ വന്നങ്ങാണ്ട് എന്നെ ആയിക്കൂടെ കൊണ്ട് ഒലിപ്പിച്ചിട്ട് ഒരു ഷഹീദിന്റെ കൂലി തരണേന്ന് തോരക്കൂല. ദോരക്ക് എന്തെന്നെ ഉള്ളൂ, അള്ളാഹുവേ ദീർഘായുസ് തരണേ, റബ്ബേ ആഫിയത്ത് തരണേ. അപ്പൊ ആ ഷഹീദിന്റെ കൂലിയേക്കാൾ എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ദീർഘായുസിലുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഇത് ദ്വാരക്കണതിന്റെ കാരണം. എന്തായിരിക്കും ദീർഘായുസ് കൊണ്ടുള്ള ഗുണം? രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ദീർഘായുസ് കൊണ്ടുള്ളത് എന്നാണ്. ഒന്ന്, ആയുസ് കൂടുന്നതിനനുസരിച്ച് ഈമാൻ കൂടും. 60 വയസ്സുള്ള ആൾക്കും 16 വയസ്സുള്ള ആൾക്കും ഒരേ ഈമാനല്ല ഉണ്ടാകുക, വ്യത്യാസം ഉണ്ടാവും. ദീർഘായുസ് കൊണ്ടുള്ള ഗുണം ഈമാൻ കൂടുന്നുള്ളതാണ് ഒന്നാമത്തെ ഗുണം. കൂടണം, അല്ലെങ്കിൽ ദീർഘായുസ് കൊണ്ട് കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, തഖ്വ വർദ്ധിക്കും ദീർഘായുസ് കൊണ്ട്. കഴിഞ്ഞ വർഷത്തെ തഖ്വ അല്ല ഈ കൊല്ലം ഉണ്ടാകുക. കഴിഞ്ഞ കൊല്ലം നമുക്ക് പടച്ചോനെപ്പേടി ഉണ്ടായ അത്ര അല്ല ഈ കൊല്ലം ഉണ്ടാകുക. ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ചും ഈമാനും തഖ്വയും വർദ്ധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ദീർഘായുസ് കൊണ്ട് കാര്യമുള്ളൂ. കഴിഞ്ഞ കൊല്ലം റമദാൻ മാസം വന്നു, ഹത്തം തുടങ്ങിയെന്ന് മുഴുവനായില്ല. ഈ കൊല്ലം റമദാൻ മാസം വന്നു, ഹത്തം തുടങ്ങിയെന്ന് മുഴുവനായില്ല. അടുത്ത കൊല്ലം റമദാൻ മാസം തുടങ്ങി മുഴുവനായില്ല. എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണെങ്കിൽ പിന്നെ കൊല്ലം കൊണ്ട് കാര്യമൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലം ഏതായാലും തുടങ്ങി മുഴുവനായില്ലല്ലോ റബ്ബേ, ഈ കൊല്ലെങ്കിലും ഞാനൊന്ന് മുഴുവനാക്കട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ കൊല്ലത്തെ ഹത്തം അവിടെ മുഴുവനായാൽ ഒരു കൊല്ലം കൊണ്ട് കാര്യം ഉണ്ടായി. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലം എല്ലാ തറാവിയും കിട്ടിയില്ല, ഈ കൊല്ലവും എല്ലാ തറാവിയും കിട്ടിയില്ല. എന്നാ പിന്നെ പോയിട്ട് കാര്യമൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലം തന്നെ 2 തറാവി പോയി, ഈ കൊല്ലം ഒറ്റ തറാവിയും അതാണ്ട് മുഴുവനായി കിട്ടണം പഠിച്ചോനെന്ന് തീരുമാനിച്ചുകൊണ്ട് 29 അല്ലെങ്കിൽ 30 പൂർത്തിയായാൽ ഒരു കൊല്ലം കൊണ്ട് കാര്യം ഉണ്ടായി. അപ്പൊ ഒന്ന് ഈമാൻ കൂടണം, 2 തഖ്വ കൂടണം. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ആലോചിക്കേണ്ടത് എനിക്കിപ്പോ എന്താ ഈ കൊല്ലായിട്ടുണ്ടായ മാറ്റം എന്നാണ്. ഒന്നാമത്തെ 10 കഴിഞ്ഞു. ഒന്നാമത്തെ 10 റഹ്മത്തിന്റെ 10ആണ്. റഹ്മത്തിന്റെ 10 ദിവസത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ എനിക്ക് എന്താണ് മാറ്റം ഉണ്ടായിട്ടുള്ളത്? മഗ്ഫിറത്തിന്റെ 10 ദിവസത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ എനിക്ക് എന്താണ് എനിക്ക് മാറ്റം ഉണ്ടായിട്ടുള്ളത്? ഇനി ഇത്ഖുമ്മിനന്നാറിന്റെ 10 ദിവസമാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ എനിക്ക് എന്താണ് മാറ്റം ഉണ്ടായിട്ടുള്ളത്? ഇസ്ലാമിക ശരീഅത്ത് വളരെ എളുപ്പത്തിൽ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ശരീഅത്തുൽ ഇസ്ലാം വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. വേണമെന്ന് വിചാരിച്ചാൽ ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. കാരണം എന്താ വെച്ചാൽ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യത്തിൽ ഒരാൾക്ക് മുസ്ലിമാവാൻ പറ്റും. അനുകൂല സാഹചര്യത്തിൽ മാത്രം നല്ല മുസ്ലിമാവാൻ പറ്റുക, പ്രതികൂല സാഹചര്യത്തിൽ മുസ്ലിമാവാൻ പറ്റും. നമ്മൾ സാധാരണ പഠിച്ചിട്ടുണ്ട്, ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ വയ്യെങ്കിൽ ഇരുന്ന് നിസ്കരിച്ചാൽ മതി. ഇരുന്ന് ഒരാൾക്ക് നിസ്കരിക്കാൻ വയ്യെങ്കിൽ അയാൾ കടന്ന് നിസ്കരിച്ചാൽ മതി. അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യത്തിൽ നിസ്കരിക്കാലോ. കടന്നിട്ട് ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ തലകൊണ്ട് മാത്രം ഇങ്ങനെ കാട്ടിയാൽ മതി. തലകൊണ്ട് ഒരാൾക്ക് ആംഗ്യം കാട്ടാൻ പറ്റണില്ലെങ്കിൽ കണ്ണുകൊണ്ട് മാത്രം ഇങ്ങനെ കാട്ടിയിട്ട് നിസ്കരിക്കാൻ പറ്റും. കണ്ണു ഒരാളുടെ അളകണില്ലെങ്കിൽ മനസ്സിൽ നിസ്കാരത്തെ ഹാജരാക്കിയാലും ആ ളുഹറ് നിന്ന് 4 റക്അത്ത് നിസ്കരിച്ചതിന്റെ അതേ കൂലി തന്നെയാണ് ഈ കണ്ണുകൊണ്ട് നിസ്കരിക്കുന്ന ആൾക്കുള്ളത്, ഈ കൽബുകൊണ്ട് നിസ്കരിക്കുന്ന ആൾക്കുള്ളത്. കൂലിക്ക് വ്യത്യാസമൊന്നുമില്ല. അനുകൂലവും പ്രതികൂലവുമായ ഏത് സാഹചര്യത്തിലും മുസ്ലിമായി ജീവിക്കാൻ കഴിയും എന്നതാണ് പ്രത്യേകത. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് പോകാൻ വേണ്ടി വയലു പറയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എല്ലാവരോടും വീട്ടിൽ പോയിട്ടുള്ളതിനനുസരിച്ചൊക്കെ പൈസ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോയപ്പോൾ വീട്ടിൽ 14,000 ദിർഹംസ് ഉണ്ടായിരുന്നു. മൂപ്പര് അതിൻ്റെ നേരെ പകുതി 7,000 ദിർഹംസ് എടുത്തേണ്ടി വന്നു.
സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്നപ്പോൾ ആകെ ചില്ലറ പൈസ ഉള്ളെടുത്തും കണ്ട് മൂപ്പരും വന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉസ്മാനെ നിങ്ങൾ എന്താ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ചോദിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ 7000 ദിർഹംസ് കൊണ്ടുവന്നിട്ടുണ്ട് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഉസ്മാനെ വീട്ടിലെ ഭാര്യക്കും മക്കൾക്കും ഞാൻ എന്താ ഉള്ളത് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു ഇത്രയും കൂടി ഉണ്ട് പറഞ്ഞു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉസ്മാനെ നിങ്ങൾ ചെലവാക്കിയതിലും നിങ്ങൾ വീട്ടിൽ ചെലവാക്കാതെ വെച്ചതിലും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ ഉള്ളതിന്റെ പകുതി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾ എന്തേ കൊടുന്നു എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നബി എൻ്റെ അടുത്ത് ചില്ലറ പൈസയാണ് കൊടുത്തിട്ടുള്ളത് പറഞ്ഞു. അത് തിരി പറഞ്ഞു വാങ്ങി. ഇനി പെരയിൽ എന്താ ഉള്ളത് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, വീട്ടിലെ ഭാര്യക്കും മക്കൾക്കും ഇതിനേക്കാൾ ഹൈറായതുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മുത്തുനബി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ അബൂബക്കറെ ഇതിനേക്കാൾ ഹൈറായത് ഇനിയിപ്പോ എന്താ പെരയിലുള്ളത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു 7000 ദിർഹംസ് ഉണ്ടെന്നോ അത്ര പെരയിലുണ്ട് പറഞ്ഞാൽ 7000 ഉണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയത്തിനെ ചില്ലറെ കൊടുത്തിട്ടില്ല. ഇനി ഇതിനേക്കാൾ ഹൈറായത് എന്താ ഉള്ളതെന്ന് ചോദിച്ചോ പറഞ്ഞു, അബൂബക്കറിന്റെ പെരയിൽ ഇനി ഉള്ളത് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്താ ഉള്ളത് വെച്ചാല് ഉസ്മാൻ റളിയല്ലാഹു അൻഹു 7000 ദിർഹംസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെരയിലുള്ളതിന്റെ പകുതി ഉള്ളത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചില്ലറ പൈസയാണ് കൊടുത്തത് കണ്ട് കാര്യമില്ല, പെരയിലുള്ളത് മുഴുവനാണത്. അനുകൂലമായ സാഹചര്യത്തിലും പ്രതികൂലമായ സാഹചര്യത്തിലും ഒരാൾക്ക് മുസ്ലിം ആവാൻ പറ്റും. 1000 ഉറുപ്പ്യ ഉള്ള ഒരാൾ 1000 ഉറുപ്പ്യ കൊടുത്താലും 1000 ഉറുപ്പ്യ ഇല്ലാത്ത ഒരാൾ 1000 ഉറുപ്പ്യ കൊടുക്കായിരുന്നു എന്ന് ആഗ്രഹിച്ചാലും കൂലി ഒരേ മാതിരിയാണ്. ഒരാൾ ഒരു നന്മ വിചാരിച്ചാൽ ആ നന്മ ചെയ്തതിന്റെ കൂലിയിലാണ്. ഹജ്ജിന് പോകാൻ കഴിയുന്ന ആള് ഹജ്ജിന് പോകുമ്പോഴും പഠിച്ചോനെ പൈസ ഉണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിൽ ഒരു ഹജ്ജിന് പോകായിരുന്നല്ലോ എന്ന് ആഗ്രഹിച്ചാലും കൂലിട്ടും. ഒരു നന്മ വിചാരിച്ചാൽ അതിന്റെ കൂലിട്ടുന്നാണ്. അപ്പൊ അനുകൂലമായും പ്രതികൂലമായുള്ള എല്ലാ സാഹചര്യങ്ങളിലും മുസ്ലിമായി ജീവിക്കാൻ കഴിയും എന്നത് ഇസ്ലാമിക ശരീഅത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ്. 1,24,000 അമ്പിയാക്കൾ വന്നിട്ടുണ്ട്. അതിലേറ്റവും ഫളിലുള്ള ഉമ്മത്ത് മുത്തുനബിയുടെ ഉമ്മത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈലത്തുൽ ഖദ്ർ നമുക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി ഒരു നബിമാർക്കും ഇല്ല. റമളാൻ മാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. റമളാൻ മാസം ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് തന്നെ മാസം 12ആണ്. 1 മുഹറാണ്, 2 സഫറാണ്, 3 റബീഉൽ അവ്വലാണ്, 4 റബീഉൽ ആഖിറാണ്. റമളാൻ മാസം എല്ലാ നബിമാർക്കും ഉണ്ട്. പക്ഷെ റമളാനിന്റെ പ്രത്യേകത നമ്മൾക്ക് മാത്രമേ ഉള്ളൂ. 25 ഒറ്റട്ടരാവും ഒക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ലൈലത്തുൽ ഖദ്ർ നമുക്ക് മാത്രമേ ഉള്ളൂ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇറങ്ങിയ രാത്രിയാകുന്നു എന്നതാണ്. ഖുർആൻ ഇറങ്ങിയത് മുഹമ്മദ് നബിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുത്തുനബിയുടെ ഉമ്മത്തിന് മാത്രമേ ലൈലത്തുൽ ഖദ്ർ ഉള്ളൂ.